എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പെഷ്യൽ എൻകൗണ്ടറിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ രാഷ്ട്രീയ കക്ഷികളുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ സ്പെഷ്യൽ എൻകൗണ്ടർ സംഘടിപ്പിക്കുന്നത്. പുരോഗമന നവോത്ഥാന മൂല്യങ്ങളെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയും. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ജാതി മത പരാമർശങ്ങൾ കളം നിറയുന്നു. എന്തുകൊണ്ടാണത്? 4 വോട്ടിനു വേണ്ടി വർഗീയ സ്വഭാവമുള്ള പ്രചാരണ രീതികളും അജണ്ടകളും എടുത്തു വീശുന്നത് ഇവൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പോലും പാഠമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരങ്ങുവാണ ഇത്തരം പരാമർശങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആയുധമാക്കുകയാണ് മുന്നണികളെന്ന വിമർശനം കേരളത്തിൽ ശക്തമാകുന്നു. പ്രത്യേകിച്ചും കുറച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വേരുപിടിക്കുന്ന കേരളത്തിൽ മുനമ്പവും UDFിൻ്റെ ജമായത്ത് ഇസ്ലാമി ബന്ധവും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളും ഏറ്റവും ഒടുവിൽ CPM നേതാവ് AK ബാലൻ നടത്തിയ വർഗീയ ചുവയുള്ള പരാമർശവും എന്ത് സന്ദേശമാണ് പ്രബുദ്ധ കേരളത്തിന് നൽകുന്നത്? ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എത്ര രാഷ്ട്രീയ കക്ഷികൾക്ക് ധൈര്യം ഉണ്ടാകും? തെരഞ്ഞെടുപ്പ് കാലത്ത് ജാതി തിരയുന്നോ കേരളം? ഈ വിഷയമാണ് ഇന്നത്തെ സ്പെഷ്യൽ എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ 1 മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. ഈ സ്പെഷ്യൽ എൻകൗണ്ടറിൽ ഇന്ന് ഒരു മന്ത്രി കൂടി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു, പ്രത്യേകിച്ച് CPMനെ പ്രതികരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ചൊരു പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മന്ത്രി. ആ യോഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ സമുന്നതനായ CPM നേതാവ് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം AR റഹീം MP, RSP കേന്ദ്ര സെക്രട്ടറി അംഗം NK പ്രേമചന്ദ്രൻ MP, BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്, MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരാണ് ഈ സ്പെഷ്യൽ എൻകൗണ്ടറിൽ പങ്കെടുക്കുന്ന പ്രത്യേക അതിഥികൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിഥികൾക്കും സ്വാഗതം. ഞാൻ ആദ്യം NK പ്രേമചന്ദ്രൻ MPയിലേക്ക് പോകുന്നു. ഇന്ന് AK ബാലൻ നടത്തിയ ഒരു പരാമർശം കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടു. ജമായത്തെ ഇസ്ലാമി ആയിരിക്കും ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുക, അതുമാത്രമല്ല മാറാട് കലാപങ്ങൾ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞു വെച്ചു. ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്ത കൂടി വന്നിട്ടുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, താങ്കൾ ഈ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും സമുദായ പരിഗണനകളൊക്കെ നോക്കുന്ന സാധാരണ രീതിയാണ്. എന്നാൽ ഇത് കാലം കഴിയും തോറും അത് കൂടിക്കൂടി വരുന്നു. വർഗീയ സ്വാധീനങ്ങൾ ഇത്തരം പ്രചാരണ പരിപാടികളിൽ കൂടി വരുന്നു എന്നുള്ളൊരു തോന്നൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നു. താങ്കളുടെ നിലപാട്? ഈ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് സാമുദായിക സംഘടനകളുടെ പിന്തുണ ആർജിക്കാനും സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എക്കാലത്തും കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. അത് LDFും UDFും മിക്കവാറും എല്ലാ മുന്നണികളും ഇത്തരം കാര്യങ്ങളിൽ ഏറെയും കുറഞ്ഞുമൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന അത്തരത്തിലൊരു സമീപനമല്ല. ഇപ്പോൾ കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കമാണ് CPMൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിരവധി സമാന സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. നമുക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദു എന്ന ദിനപത്രത്തിന് നൽകിയ അഭിമുഖവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതുപോലെ ഒരു സമുദായത്തെ ഈ നിലയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് തീർച്ചയായും തങ്ങളായിരിക്കുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMന് വന്ന ഒരു പുനർവിചിന്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ളൊരു പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എക്കാലവും എല്ലാവരും എതിർത്ത് പോന്നിട്ടുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ശ്രീ AK ബാലൻ ഇന്ന് പറഞ്ഞ പരാമർശവും കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ
UDFിലെ ഘടകകക്ഷി പോലും അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെന്നും 1ഉം 2ഉം മാറാട് കലാപം കഴിഞ്ഞിന് 3ഉം 4ഉം കലാപങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വർഗീയതയുടെ വിഷം തുപ്പുന്ന പ്രസ്താവനയല്ലേ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശ്രീ AK ബാലൻ നടത്തിയിട്ടുള്ളത്? ആ പ്രസ്താവനയെ നിരാകരിക്കാനോ നിഷേധിക്കാനോ ഇതേവരെ CPMൻ്റെ ഏതെങ്കിലും നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സമുദായത്തെയാണ്, ലീഗിനെ അറ്റാക്ക് ചെയ്യാനല്ലല്ലോ ഈ തരത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുക, അത് തന്നെയാണ് BJPയും കേരളത്തിൽ നടത്താൻ പരിശ്രമിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലൊരു മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ AK ബാലൻ്റെ പ്രസ്താവന. സത്യത്തിൽ മതപരമായ വിദ്വേഷവും പകയും സ്പർദ്ധയും സമൂഹത്തിൽ സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രസ്താവന എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമല്ലോ. എന്തുകൊണ്ടാണ് ശ്രീ AK ബാലനെതിരായി കേരളത്തിലെ പോലീസ് കേസെടുക്കുന്നില്ല? സമാന സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഈ ഗവൺമെൻറ് കാലയളവിൽ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടായി കാണണം, ഈ പ്രശ്നത്തെ രണ്ടായി കാണണം. ഒന്ന്, സാമുദായിക സംഘടനകളുടെ പിന്തുണ ആർജിക്കാനും സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമുദായങ്ങളുടെ പിന്തുണയും സ്വാധീനവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്നതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുക എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, നിലപാട് ഇന്ന് CPM സ്വീകരിക്കുന്നുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഏതാണ്ട് BJP സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെയാണ്. BJP ഇത് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ശ്രീ വെള്ളാപ്പള്ളി നടേശന് സമ്പൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കം അതുപോലെ നിരവധി BJP നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി പിന്തുണ അർപ്പിച്ചു. അതുപോലെ പിന്തുണ അർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ. ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഈ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താവായി മാറാൻ ഒരു പരിധിവരെ CPMന് കഴിയുമെന്നുള്ളത് കൊണ്ടാകാം ആ നിലപാട് സ്വീകരിച്ചവർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം കോൺഗ്രസ് ശ്രീ NK പ്രേമചന്ദ്രൻ, താങ്കൾ ആ വാചകം പൂർത്തിയാക്കൂ. ഞാൻ മറ്റുള്ള അതിഥികളെ കൂടി പങ്കെടുപ്പിച്ചിട്ട് താങ്കളിലേക്ക് വിശദമായി വരാമെന്ന് പറയായിരുന്നു. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാൻ ശ്രമിച്ചൊരു പോയിന്റ്, കോൺഗ്രസ് മുക്ത രാഷ്ട്രീയം എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്, നിലപാടാണ്. ശരിയാണ്, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാക്കാനുള്ള ശ്രമം BJP നടത്തിയെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോഴും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൃത്യമായി കിട്ടിയിട്ടില്ല. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരിക്കൽ കൂടി കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭരണാധികാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മൂന്നാമത് പ്രാവശ്യം കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകും. അപ്പോൾ തൽസ്ഥാനത്തേക്ക് നിഷ്പ്രയാസം BJPക്ക് CPMനും LDFനും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയായി BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. അവർ ടാർഗറ്റ് ചെയ്യുന്നത് 2036 ഇതാണ് BJPയുടെ പൊളിറ്റിക്കൽ ടാർഗറ്റ്. ആ പൊളിറ്റിക്കൽ ടാർഗറ്റ് സാധ്യമാക്കാൻ അനുരോധമായിട്ടുള്ള പ്രസ്താവനയാണ് CPMൻ്റെ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിഷം ചീറ്റുന്ന വർഗീയ വിഷം തുപ്പുന്ന പ്രസ്താവനയാണ് ശ്രീ AK ബാലൻ എന്ന CPMൻ്റെ സമുന്നത നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയത്. താങ്ക് യു ശ്രീ NK പ്രേമചന്ദ്രൻ. ഇന്ന് എന്തായാലും AK ബാലൻ നടത്തിയ പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ട്. പല ക്വാർട്ടറുകളിൽ നിന്നും വിവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രസ്താവനകൾ വന്നു. UDF നേതാക്കൾ തന്നെ ഈ പ്രസ്താവനയെക്കുറിച്ച് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ശ്രീ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും പറയുകയുണ്ടായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AR റഹീം കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ AR റഹീം MP, NK പ്രേമചന്ദ്രൻ MP പറഞ്ഞ ഒരു കാര്യം, ഇത്തരമൊരു പ്രസ്താവന AK ബാലനെ പോലെ ഒരു മുതിർന്ന CPM നേതാവ് ഉന്നയിച്ചിട്ടും CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാരൊന്നും ഇതിനെ തള്ളിപ്പറയുകയോ ഈ പ്രസ്താവനയ്ക്ക് തിരുത്തുമായി വരികയോ ചെയ്തിട്ടില്ല. ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തെന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, BJP ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം. അതുകൊണ്ട്
2036 അല്ലെങ്കിൽ 2030 ശേഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആ ചർച്ചയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് BJP വിരുദ്ധം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി UDF വരാതിരുന്നാൽ UDF അങ്ങ് തകർന്നു പോകും എന്ന ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ സെക്കുലർ വോട്ടുകൾ തങ്ങളുടെ കീശയിലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ നടത്തിയത്. ശ്രീ NK പ്രേമചന്ദ്രൻ, അങ്ങ് തന്നെ സത്യസന്ധമായി പറയൂ, കോൺഗ്രസ് വിമുക്ത ഭാരതമാണോ BJP ആഗ്രഹിക്കുന്നത്? RSSന്റെ ലക്ഷ്യം ലെഫ്റ്റ് വിരുദ്ധ, ഇടതുവിരുദ്ധ ഇന്ത്യയാണോ എന്ന് അങ്ങ് തന്നെ വിശദമാക്കി പറയണം. അങ്ങ് പേരിൽ ഈ RSP എന്നത് ഇപ്പോഴും ലെഫ്റ്റ് പാർട്ടിയാണല്ലോ. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വിചാരധാര രേഖപ്പെടുത്തിയിരിക്കുന്നത്? 3 ആഭ്യന്തര ശത്രുക്കളെ വിചാരധാര നിർവചിക്കുന്നുണ്ട്, RSS നിർവചിക്കുന്നുണ്ട്. അതിലൊന്ന് മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, പിന്നെ ഉന്മൂലനം ചെയ്യേണ്ട വിഭാഗമായി അന്നു തന്നെ അവർ രേഖപ്പെടുത്തിയ ഐഡിയോളജിക്കൽ എനിമിയായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്, ഇടതുപക്ഷത്തെയാണ്. അപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരതമല്ല, കേരളത്തിൽ ആദ്യമായി വീണ് കിട്ടണം, ഇനി കേരളത്തിൽ നിന്നുകൂടി എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ് സംഘപരിവാർ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കാര്യത്തെ അങ്ങേപ്പോലൊരാൾ തമസ്കരിച്ചത് ശരിയായില്ല. നമ്പർ 1. നമ്പർ 2, അങ്ങയുടെ ചർച്ചയ്ക്കിടയിൽ വളരെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു. അതൊരിക്കലും അങ്ങയിൽ ഉണ്ടാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശം ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെയും രാഷ്ട്രീയമായി ഞങ്ങളോ വേറെ ആരെങ്കിലുമോ എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് ആ സമുദായത്തിനെതിരെ ആവുകയെന്ന് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം വിശദീകരിക്കണം. അങ്ങനെയാണെങ്കിൽ RSSനെതിരെ സംസാരിക്കുന്നത് ഹിന്ദു വിരുദ്ധമാണെന്ന് RSS നരേഷനെ അങ്ങ് ശരിവെക്കുകയല്ലേ? BJPക്കെതിരെ പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധതയാണ് പറയുന്നത് എന്ന് അവരുടെ വാദത്തെ ശരിവെക്കുന്നതല്ലേ അങ്ങ് പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഞങ്ങൾ ഇനിയും പറയും, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇനിയും ശബ്ദിക്കും. അതെങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധം മുസ്ലിം വിരുദ്ധമാവുകയെന്ന് അങ്ങ് പറയണം. അത് ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് പറയുന്നത് എന്തും തെറ്റാണ്. ഇവിടെ നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ് വാസ്തുതാപരമായ കാര്യം. കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്ന് കാണണം. അത് വസ്തുതയാണല്ലോ. നിങ്ങൾക്കും നമുക്കും നിഷേധിക്കാനാകാത്ത ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്നതും ഫാക്റ്റാണ്. എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിന്റെ പഴയ കാലാവസ്ഥ? ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മുൻകാലങ്ങളെ നമുക്ക് മുമ്പോട്ട് പോകാം. പൂന്തുറ കലാപം 1992, ശ്രീ K കരുണാകരനാണെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം 1995, K കരുണാകരനാണ് മുഖ്യമന്ത്രി. കലാപങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. മാറാട് ശ്രീ K കരുണാകരനും അതിനുശേഷം പിന്നീട് AK ആന്റണിയുടെ കാലത്തുണ്ടായ മാറാട് കലാപം 2002-ലും 2003-ലും 2 കലാപങ്ങൾ. നിങ്ങൾ നോക്കൂ, സമീപകാല കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാകുന്നൊരു കാര്യം, വസ്തുതാപരമായൊരു കാര്യം, എപ്പോഴെല്ലാം UDF കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് LDF വരുമ്പോൾ ഇതേ സ്ഥലങ്ങൾ അവിടെ തന്നെയുണ്ട്, ഇതേ ആളുകൾ അവിടെ തന്നെയുണ്ട്, ഈ വർഗീയ കലാപങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്വാധീനമുറപ്പിക്കാനോ ഭരണത്തിന്റെ തണലിൽ കൂടുതൽ വിലസാനോ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയുന്നില്ല. വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ കാലത്ത് കഴിയുന്നുണ്ട്, UDFന്റെ ഭരണകാലത്ത് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പരാമർശിച്ച കാലയളവിലെല്ലാം UDF അധികാരത്തിൽ വന്നപ്പോഴെല്ലാം കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. ഇത് ഫാക്റ്റാണ്. ഇനി ഇപ്പോഴാണെങ്കിൽ കുറെ കൂടി പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു. SKN എങ്ങനെയാണ്? വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു വശത്ത് നിന്നിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ SDPI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ആ SDPI എന്ന് പറയുന്ന ആപൽക്കരമായ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഏതാണ്ട് UDFന്റെ പാർട്ട്ണറായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല അവർക്ക് ലീഗിൽ കൂടുതൽ ലെജിറ്റിമസിയും സ്വാധീനവും ലഭിച്ചിരിക്കുന്നു. ഇനി മതരാഷ്ട്രവാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് എപ്പോഴും പറയുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി, ശ്രീ പ്രേമചന്ദ്രൻ തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സമം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന
ഒരു അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ ഒരു നരേഷൻ UDF നേതാക്കൾ തന്നെ പറയുന്നു. മതരാഷ്ട്രവാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവർ പറയുമ്പോഴും അല്ല, മതരാഷ്ട്രവാദം അവർ വെടിഞ്ഞിരിക്കുന്നുവെന്ന് ശ്രീ VD സതീശൻ അവരെക്കാൾ വലിയ രാജഭക്തിയോടുകൂടി വാദിക്കുന്നു. നോക്കൂ, അപ്പോൾ മുൻകാലങ്ങളിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, SKN ശ്രദ്ധിക്കും, മുൻകാലങ്ങളിൽ UDF കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു, LDF കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. UDF കാലത്ത് മുൻകാലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തികൾ UDF അവിശുദ്ധ പാർട്ണർമാരായി അവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വശത്ത്. പിന്നെ RSS കാര്യം, ഇനി RSS കാര്യത്തിലേക്ക് കൂടി ഞാൻ പോകാം. ഈ RSSകാർ പ്രതികളായ കേസുകൾ കേരളത്തിൽ മുമ്പ് എപ്പോഴെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? അത് UDF ഭരണകാലത്ത് മാത്രമാണ്. ശ്രീ പാലോട് രവി MLA ശുപാർശ പ്രകാരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ RSSകാർ പ്രതികളായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച MG കോളേജിലെ കേസ് പിൻവലിച്ചു കൊടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളാക്കപ്പെട്ട കേസുകൾ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരെണ്ണം പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ. RSSകാർ പ്രതികളായതും പിൻവലിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ UDF ഭരണകാലത്ത് മുസ്ലിം ലീഗ് MLA ശുപാർശ പ്രകാരം പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളാക്കപ്പെട്ട കേസുകൾ കേരളത്തിൽ പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ, ഒരു ഇന്റർവ്യൂവിനിടയിൽ, ശ്രീ വേണു ബാലകൃഷ്ണന്റെ ഇന്റർവ്യൂവിനിടയിൽ റിപ്പോർട്ടഡ് ടിവിക്കകത്ത് നിന്നുകൊണ്ട് പണ്ടൊരിക്കൽ, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൈക്കൂരി മാറ്റിയിട്ട് ഊരി ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. എന്തിനായിരുന്നു? കാസർഗോഡ് കലാപത്തിനു ശേഷം രൂപീകരിക്കപ്പെട്ട നിസാർ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെയാണ് ശ്രീ ഉമ്മൻചാണ്ടി കുപിതനായി, അദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോകാറില്ല, അസ്വാഭാവികമായി അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്, ഉത്തരം മുട്ടി ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് കലാപത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിസാർ കമ്മീഷന് പിന്നെ എന്ത് സംഭവിച്ചു? ഇതെല്ലാം കണ്ടതാണ്. അപ്പോൾ അതായത് UDF എപ്പോഴെല്ലാം അധികാരത്തിൽ വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ നമ്മുടെ ഇപ്പോഴുള്ള കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ട് കേരളത്തിൽ വികസനം നടന്നു, 10 വർഷം എന്തുകൊണ്ട് നമുക്ക് വികസനം മുന്നോട്ട്, നിക്ഷേപങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ കഴിഞ്ഞു, സമാധാനപരമായ വർഗീയ കലാപങ്ങളില്ലാത്ത കമ്മ്യൂണൽ ഹാർമണിയുള്ള ഒരു സ്റ്റേറ്റായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി സാധിച്ചതുകൊണ്ടാണ്. അത് സാധിച്ചത് നിഷ്പക്ഷമായി ഇക്കാര്യങ്ങളിൽ ഇടപെടുന്ന, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന വർഗീയ ശക്തികൾക്ക് ഭരണത്തിൽ ഇടപെടാൻ കഴിയാത്ത 10 വർഷങ്ങൾ കഴിഞ്ഞുപോയത് കൊണ്ടാണ്. ഞങ്ങളിത് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ഇക്കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട രാഷ്ട്രീയ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്റെയും ശ്രീ NK പ്രേമചന്ദ്രന്റെയും ഇവിടുത്തെ ചർച്ച നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ആരാണ് മതം കലർത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രേക്ഷകർ ചെയ്യുക. ഞാനാണോ, അദ്ദേഹമാണോ, ഞങ്ങളാണോ, UDF ആണോ? UDF ആണ് ഇവിടെ മതവും ജാതിയും പറയുകയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിച്ച് അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളെല്ലാം മറക്കുമെന്നാണോ ശ്രീ പ്രേമചന്ദ്രനും? ബാബറി മസ്ജിദിന്റെ കാലത്ത്, ബാബറി മസ്ജിദ് ധ്വംസനത്തിന്റെ കാലത്ത്, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു സാർ, ബാബറി മസ്ജിദ് ധ്വംസനത്തിന്റെ കാലത്ത് കോൺഗ്രസ് പുലർത്തിയ ആ അപമാനകരമായ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും ഏറ്റവും മനോഹരമായ ആലങ്കാരിക ഭാഷയിൽ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ആ കോൺഗ്രസിനെ എപ്പോഴാണ് നമുക്ക് വിടുതൽ കൊടുത്ത്, അതിൽ നിന്നെല്ലാം വിടുതലും മാപ്പും കൊടുത്ത് വിശ്വസിക്കാനാവുക? എപ്പോഴും ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ ബി ടീമായി പ്രവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന് എന്നെക്കാൾ കൂടുതൽ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി കാലത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ആവേശഭരിതമായി ഇപ്പോഴത് പറയുന്നത്, ഞാൻ ഓർത്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം വസ്തുതയായിരുന്നില്ലേ? ആ വസ്തുതകൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ കൂടി ഓർമ്മ. താങ്ക് യു ശ്രീ A. റഹീം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ രമേശ്, ഒരുപക്ഷെ ഇന്ന് വന്ന AK ബാലൻ്റെ പ്രസ്താവന വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും UDFനെ ഒരു നാശമാക്കും BJPയും RSSും. അതുപോലെ തന്നെ ഒരു 3-4 മാറാട് കലാപങ്ങൾ ഉണ്ടാകും. ഈ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു. UDF അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഇതിനെ എനിക്ക് താങ്കളോട് സ്ട്രെയിറ്റായി ചോദിക്കാനുള്ളൊരു കാര്യം, BJP ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണോ അതോ LDF മുക്ത കേരളമാണോ? BJP കേരളത്തിൽ LDFനും UDFനും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാനാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം വളരെ കൃത്യമല്ലേ SKN? കേരളം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി LDFനും UDFും പങ്കിട്ടെടുക്കുകയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോഴും ഒരു പരസ്പര ധാരണയോടുകൂടി പരസ്പരം വെച്ചു മാറുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും സമാനമായിട്ടുള്ള നിലപാടാണ് UDFനും LDFനും എല്ലാ കാലഘട്ടത്തിലുമുള്ളത്. അത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചായാലും, കേരളത്തിലെ അപകടകരമായ രീതിയിൽ വരുന്ന തീവ്രവാദ രാഷ്ട്രീയത്തോടായാലും,
മുസ്ലിം സംഘടിത ശക്തിയുടെ രാഷ്ട്രീയമായാലും ഇതിനെല്ലാം ഒരേപോലെയുള്ള സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള, ഏറെയും കുറഞ്ഞും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ സന്ദർഭത്തിലുമായിട്ടുള്ള പാർട്ടികളും മുന്നണികളുമാണ് LDF ഉം UDF ഉം. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ UDF നും LDF നെയും ഒരേപോലെ കാണുന്ന ഒരു പാർട്ടിയാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ട് മുന്നണികളെയും ഒരേപോലെ കണ്ടുകൊണ്ട് മത്സരിച്ചിട്ടുള്ള മുന്നണിയും പാർട്ടിയുമാണ് ഞങ്ങളത്. ഞങ്ങളെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ സമാനമായിട്ടുള്ള ധാരണ ഈ പ്രാവശ്യവും LDF നും UDF നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഇല്ലാതാക്കലല്ല. രണ്ട് മുന്നണികൾക്കും ബദലായി ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാൻ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ കേരളത്തിൽ ഈ പ്രാവശ്യവും സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം LDF ഉം UDF ഉം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM ഉം കോൺഗ്രസും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നെല്ലാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ, 10-15 വർഷക്കാലമായി കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും നാം പരിശോധിച്ച് നോക്ക്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയത്തെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ ആ സമൂഹത്തിൻ്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും സംഘടനയെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്ന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഇന്നലെ SDP ആണ്. അപ്പോൾ തരാതരം പോലെ നേരത്തെ ISSനെ കൂടെ കൂട്ടിയിരുന്നു, അതിനു മുമ്പ് PDPയെ കൂടെ കൂട്ടിയിരുന്നു. ഇപ്പോൾ PDP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ഇന്നിപ്പോൾ PDPക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും അത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ ഒരു തീവ്രവാദ നിലപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാണല്ലോ PDP. ആ PDPയെ കേരളത്തിൽ UDF ഉം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, LDF ഉം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പിൽ PDP കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, ചില തെരഞ്ഞെടുപ്പിൽ PDP CPMൻ്റെ കൂടെയായിരുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. ഇന്നലകൾ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും 2020 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു എന്ന് മലബാറിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി തന്നെ ആ കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. SDP ചില ഘട്ടങ്ങളിൽ CPMനെ സഹായിക്കുന്നു, ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കുന്നു. SDP കോൺഗ്രസിനെ സഹായിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ SDP ബോധപൂർവം CPMനെ സഹായിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. എത്രയോ പഞ്ചായത്തുകൾ നമുക്ക് വേണമെങ്കിൽ ഉദാഹരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. SDP സ്ട്രാറ്റജിക്കൽ വോട്ട് ചെയ്തുകൊണ്ട് LDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ധാരാളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും തരാതരം പോലെ അവർ പ്രയോജനപ്പെടുത്തും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വികസനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ ഇതൊക്കെ പറയുന്നതിനപ്പുറത്ത് എളുപ്പത്തിൽ ജയിച്ചു വരാൻ വേണ്ടി കേരളത്തിൽ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയാൽ ജയിക്കാൻ സാധിക്കും. ഈ വിശ്വാസത്തിലാണ് CPM ഉം കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ മാറാടിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നന്നായി. മാറാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സംഘർഷങ്ങളും കലാപങ്ങളുടെയും പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ഏതാണ്? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാതെ പോയിട്ടുള്ളത്? ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള തോമസ് ടി ജോസഫിൻ്റെ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മാറാട് കലാപത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കലാപാനന്തര മാറാടിനെ സംബന്ധിച്ചിടത്തോളം സംഘർഷഭരിതമാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് അവിടെ നിരപരാധികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കൂടെയായിരുന്നു. കോൺഗ്രസും CPM ഉം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു ഭാഗത്ത് മാറാട് കടപ്പുറത്ത് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ വേദന മാറുന്ന മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ സർവകക്ഷി യോഗം ചേർന്ന സമയത്ത് മാറാട് കടപ്പുറത്ത് കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിരുന്നില്ല. കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൻ്റെ വേദി പങ്കിട്ടവർ CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, അന്നത്തെ KPCC പ്രസിഡന്റ് K മുരളീധരൻ, അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരും ഒരു വേദിയിലാണ് എഴുന്നേൽക്കുന്നത്.
അപ്പോൾ കേരളത്തിൽ സാമുദായിക സംഘർഷമുണ്ടാകുമ്പോൾ, കലാപമുണ്ടാകുമ്പോൾ ആ കലാപത്തിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ ജാതിയും മതവും നോക്കി പിന്തുണച്ചിട്ടുള്ള പാരമ്പര്യം കേരളത്തിലുണ്ട്. പൂന്തുറ കമ്മീഷനെ കുറിച്ച് നേരത്തെ ശ്രീ റഹീം ഇവിടെ സൂചിപ്പിച്ചു. പൂന്തുറ കലാപം അന്വേഷിച്ച അരവിന്ദാക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ അരവിന്ദാക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് മദനിയുടെ പങ്കാളിത്തം സംബന്ധിച്ച്. ആ റിപ്പോർട്ടിലെ 4-5 പേജുകൾ മദനിയെക്കുറിച്ചും ISSനെ കുറിച്ചുമാണ്. ആ മദനിയെ കൂടെ കൂട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ പാർട്ടിയല്ലേ CPM കോൺഗ്രസും. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ മദനി ജയിൽ വിമോചനായ ശേഷം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ എങ്ങനെയായിരുന്നു CPM നിലപാട്. അത് കഴിഞ്ഞ് പൊന്നാനി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര മണിക്കൂറാണ് വേദിയിൽ മദനിയെ കാത്തുനിന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന് പിറകിൽ പ്രവർത്തിച്ചിട്ട ആളുകളോട് എന്തായിരുന്നു CPMന്റെയും കോൺഗ്രസിന്റെയും സമീപനം? അതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എം എ റഹീം പറഞ്ഞു. 10 വർഷമായിട്ട് കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു. എല്ലാ റിപ്പോർട്ടുകളും, അത് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് മാത്രമല്ല, സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും അടക്കം കേരളത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടന പ്രവർത്തനം വർദ്ധിച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അതെങ്ങനെയാണ് വർദ്ധിച്ചിട്ടുള്ളത്? ആരാണ് അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ ഏറ്റവും ഞാൻ കാണുന്നൊരു വിഷയം, ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത്തരം തർക്കങ്ങൾ വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ അപ്രത്യക്ഷമായി പോകും. കേരളം നടന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ 2 മുന്നണികളും സ്വീകരിക്കുന്ന സമീപനം സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുക, സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്കിന് വേണ്ടി ആ മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം വരുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അപകടത്തെക്കുറിച്ചാണ് കേരളം ബോധ്യപ്പെടേണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീ MD രമേശ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഫസൽ ഗഫൂർ NK പ്രേമചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ മുഴുവൻ മുസ്ലിം സമുദായത്തെക്കുറിച്ചും പ്രതികരിച്ച് പറയേണ്ടി വരുമോ? അതൊരു ചോദ്യം തന്നെയാണ്. വേറെയും ചോദിക്കുന്ന ചോദ്യവും ചിലപ്പോൾ ഇനി വരുന്ന ചർച്ചയിൽ അതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വർഗീയ കക്ഷി വിമർശിക്കാനും അവരെക്കുറിച്ച് ചർച്ച ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മൊത്തമായി പ്രതിനിധീകരിക്കേണ്ട ആവശ്യമുണ്ടോ? MESന്റെ പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഡോക്ടർ ഫസൽ ഗഫൂർ. ആദ്യമായിട്ട് ഞാൻ കാര്യം പറയട്ടെ. കേരളത്തിലെ മുസ്ലിമുകളിൽ വളരെ ചെറിയ 1% പോലും ഇല്ലാത്ത 2 പാർട്ടികൾ, അത് വെൽഫെയർ പാർട്ടി. നിങ്ങൾക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം അവർക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് പറയാണ്, അതെ ഏകദേശം 75 വാർഡെങ്ങാണ്ട് മറ്റേ ഇവർക്ക് കിട്ടി, ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടി, വിത്ത് അലയൻസോട് കൂടിയിട്ട്. ഞാൻ ആ വോട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 75,000 വോട്ട് പോലും കേരളത്തിലില്ല. UDF പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റവർക്ക് എത്ര 100 ചില്ലാനം സീറ്റ് കിട്ടി, 105 അങ്ങാണ്ട് കിട്ടി. ഈ 2 കൊച്ചു പാർട്ടികളാണ്. ഇനി നമുക്ക് മുസ്ലിം ലീഗിലോട്ട് വരാം. മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളത് 9% വോട്ടാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കേരളത്തിൽ 27%. ഈ 9% വോട്ട് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാതെ അവിടെ തീരെ. ബാക്കിയുള്ള വോട്ട് എവിടെയാണെന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു അനാലിസിസ് ഉണ്ട്. അതനുസരിച്ചിട്ട് അവർ പറയുന്നത് 35% to 40% ഓഫ് ദ മുസ്ലിം വോട്ട് ഈസ് ഗോയിങ് ടു ദ കോൺഗ്രസ് ഓർ ടു ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിം വോട്ട് ഇപ്പോഴും സെക്കുലറായിട്ട് നിൽക്കുന്നു. രണ്ടാമത്, ഇനി മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടെ അങ്ങോട്ട് ചേർന്ന് തന്നെ വിചാരിച്ചോ കേരളത്തിൽ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. 105 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹൈന്ദവർ ഒറ്റക്ക് ഭൂരിപക്ഷത്തിലാണ്. നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നിങ്ങൾ വേണ്ടത് വെരിഫൈ ചെയ്തോളൂ, ഞാൻ ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ ശരിയല്ലേ എന്ന്. ഇത്രയല്ലേ? 105 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദുക്കൾ ഒരുമിച്ചാൽ അവർ ജയിക്കുള്ളൂ. അപ്പോൾ വോട്ട് പിടിക്കാനായിട്ട് അവിടെ പോവും, ഇവിടെ പോവും, മറ്റോടത്ത് പോവും, അതൊക്കെ വേറെ വിഷയമാണ്. അപ്പോൾ ഈ കൊച്ചു പാർട്ടി ഇപ്പം തന്നെ ജയരാജൻ്റെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 40 പേജ്, ഓർമ്മയെന്ന് എടുത്ത് പറയണേ, ഞാൻ വായിച്ച ഓർമ്മയെന്ന് പറയണേ, 40 പേജ് എങ്ങാണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുണ്ട്. അതേസമയം മുസ്ലിമുകളുടെ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനകൾ, സമസ്ത അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ MES, അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ പുലി വരുന്നേ എന്നുള്ള ഒരു രീതി സൃഷ്ടിക്കുകയാണ്. കാരണം അവരൊന്നുമല്ല, മാത്രമല്ല അവർ UDF ആയിട്ടുള്ള ഒരു ഇതിലേർപ്പെട്ടോട് കൂടിയിട്ട് അവർ അതിൽ ലയിച്ചു പോയ മട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം വർഗീയത വളരുന്നു കേരളത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കാൻ തയ്യാറില്ല. ഇനി ഒരു കാര്യം,
നമ്മൾ മുസ്ലിം വർഗീയതയെ പറ്റി ചിന്തിക്കുക. കേരളത്തിലെ സാമുദായികമല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ. കേരള ചേംബർ ഓഫ് കോമേഴ്സ്, കേരള വ്യാപാര വ്യവസായി, കേരള ഫുട്ബോൾ അസോസിയേഷൻ, ഇപ്പം നസറുദ്ദീൻ അല്ലെങ്കിൽ നവാസ് മീരാൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ, ഞാൻ തന്നെ ഇപ്പോൾ കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് പ്രസിഡന്റ്, ഞാൻ മുസ്ലിമാണ്. എനിക്ക് മുഴുവൻ വോട്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ വർഗീയതയൊന്നുമില്ലാന്നേ. അത് ഇലക്ഷൻ്റെ സമയത്ത് കുറേ അനാവശ്യ ചർച്ചകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരുടെ ചില മൗലവിമാരുടെയൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ, മനസ്സിലല്ലേ, ഹിന്ദു വർഗീയവാദികളുടെ പ്രസ്താവനകളിലൂടെ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആര് പ്രീണിപ്പിച്ചാലും അനാവശ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും മറ്റുള്ളവരൊന്നും പ്രീണിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നേ. അതൊക്കെ അത് ഒരു വിഴുപ്പ് ചുമക്കലായി പോവും. കാരണം അവർ എന്താ ചെയ്യാൻ പോകണമെന്ന് അവർക്ക് തന്നെ വിവരമില്ലാത്ത കൂട്ടരാണ്. അത് ഒരു കാലത്ത് SRP ഉണ്ടാക്കി, ഒരു കാലത്ത് NDP ഉണ്ടാക്കി, മനസ്സിലല്ലേ, അതിൻ്റെ ഓർമ്മ വെച്ചതൊക്കെ പറയണം, പേരുകളിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. പിന്നീട് ഇപ്പോൾ BJDS ഉണ്ടാക്കി. BJDSന് ഇപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞു. BJDSന് എത്ര സീറ്റ് കിട്ടി കേരളത്തിൽ? ഭാരതീയ ജനതാ പാർട്ടി ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. അതിനെപ്പറ്റി ഞങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. പക്ഷേ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെച്ച് നോക്കുമ്പോൾ ഇത് അവരവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ് അനാവശ്യമായിട്ട് നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട, നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം നമ്മൾ ചോദിച്ചു അവരുടെ ഇതുകൊണ്ട് മാത്രമല്ലേ ഭൂരിപക്ഷത്തിൽ വന്നതെന്നുള്ളത്. അതിന് ഞാനൊരു മറുപടി പറയാം. ഡോക്ടർ ഫസൽ ഗഫൂർ, അവരുടെ സംഘടനയുടെ പേര് BDJS ആണ്. BDJS 80 സമയത്ത് BDJS. ഓക്കെ, അത് തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത് കേക്ക്. അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തുഷാറിൻ്റെ സംഘടനയുടെ അതല്ല ഞാൻ വരുന്നത്. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനം എടുത്തു, അതായത് ഒരു വർഗീയ ശക്തിയുമായിട്ട് കൂടില്ലാന്ന്. അത് തിരുത്താം റഹീമിന്, എനിക്ക് തോന്നുന്നത് നായനാർ മുഖ്യമന്ത്രി സമയത്താണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ജയിച്ചില്ല അവർ, പിടിയിട്ടോ. ആ കോൺഗ്രസ് പാർട്ടിയും ഇതുമാതിരി ഒരു തീരുമാനം, ഞാൻ ചോദിട്ടെ, കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേമാതിരി ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിച്ചോ? അതേ അതെ. അപ്പോൾ അവരങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 105 പേരോടെ. അപ്പോൾ ആ നിലക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരുടെയൊക്കെ പുറകിൽ പോകുന്നതെന്നുള്ളത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെയൊക്കെ സ്റ്റേജിന്മേൽ കയറ്റിയിരുത്തുന്നതെന്ന്. ഇവർക്കൊന്നും വോട്ടില്ലാന്നേ. നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ പറഞ്ഞ വാക്ക്. അതായത് കേരളത്തിലെ മതസാമുദായിക സംഘടനകൾ ആരായാലും, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് മതത്തിൻ്റെ ആയാലും നമുക്ക് അറിയാം. ശംസുദ്ദീനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്ന് നമുക്കറിയാം, മണ്ണാർക്കാട്. എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. നമുക്ക് സുധീരനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്ന് നമുക്കറിയാം, എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്നറിയാം. പിന്നെ നമ്മൾ ഇവരെ പുറകെ പോകണമെന്നേ. നമ്മൾ പിന്നെ തൃശ്ശൂർ, ഉദാഹരണം തൃശ്ശൂർ മണ്ഡലത്തിൽ മനസ്സിലായി, ഒരു കാലഘട്ടത്തിൽ KCBC പറയുന്നവർ ജയിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്. സുരേഷ് ഗോപി ജയിച്ചതിന് അതിൽ ഞാൻ കൂട്ടുന്നൊന്നുമില്ല. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. BJPക്ക് വോട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പിന്നീട് നടന്ന ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ വെറുതെ അരമനയിലും പോവും. പിന്നെ ഇവിടെ അനാവശ്യ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളൊക്കെ പോയി ഇടപെടുക, അത് ശരിയല്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഈ ശബരിമല കാര്യത്തിലൊന്നും പോയി ഇടപെട്ടതിന് ഞാൻ അനുകൂലമല്ല. എന്തായാലും കാരണം നമ്മൾ അതിനനുകൂലം നിൽക്കുമ്പോൾ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ വന്നിട്ട് അപ്പുറത്തും ഇടപെടാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും. മതപരമായ കാര്യങ്ങൾ അതിൻ്റെ കാര്യത്തിൽ പോട്ടെ, അത് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് കോടതിയിൽ പോവും. അത് മുത്തലാഖിൻ്റെ കാര്യമായാലും കോടതിയിൽ പോവും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോടതിയിൽ പോവും. കോടതി തീരുമാനിച്ചോട്ടെ. ഇനി നാളെ ബഹുഭാര്യത്വത്തിനെ പറ്റിയിട്ട് കോടതി തീരുമാനം എടുത്തുന്നിരിക്കും, അത് നമ്മൾ അംഗീകരിക്കേണ്ടി വന്നതിരിക്കും. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്നറിയോ? അവർക്കില്ലാത്ത മനസ്സിലായി സ്വീകരണം കൊടുക്കുക. അവർ കേരള യാത്രക്ക് പോകുമ്പോൾ അവർക്ക് സ്വീകരണം അറേഞ്ച് ചെയ്യുക, അവിടെ MLA-മാരും MP-മാരും പോയി നിൽക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിഗത എന്താ പറയുക പറയാൻ കാരണം, ഞാനും പോകുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സാമുദായിക സംഘടന, ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഞാൻ ഒരു ന്യൂറോളജിസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനും ഒരു സാമുദായിക സംഘടനയുടെ, മുസ്ലിമുകളുടെ ഏറ്റവും വലിയ സാമുദായിക സംഘടന വിദ്യാഭ്യാസ പ്രസ്ഥാനം ഞങ്ങൾ തന്നെയാണ്. ആർക്കും എന്ത് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുത് ഞങ്ങൾ തന്നെയാണ്, വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോട്ടെ, മതസമുദായ സംഘടനകൾ അവരുടെ വഴിക്ക് പോട്ടെ, അവർക്ക് വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ ചോദിക്കുക. അല്ലാതെ അവരുടെ പുറകിൽ ഇവർ നടക്കാനും ഇവരെ മറ്റേ എന്താ പറയുക കേക്കായിട്ട് ഓടിച്ചെല്ലാനും മനസ്സിലായില്ല, അതിനൊന്നും അവരാവശ്യമില്ല. അത് ഇനി തുടർന്നാൽ അതാണ് മറ്റേതായിട്ട് മാറുക കുറെ കഴിയുമ്പോൾ. താങ്ക് യു ഡോക്ടർ ഫസൽ ഗഫൂർ. താങ്കൾ ഉന്നയിച്ച പ്രശ്നം വളരെ
പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. കാരണം ഇതിന് ഇവർക്കൊക്കെ അമിതമായൊരു പ്രാധാന്യം കേരളത്തിൽ കിട്ടുന്നു എന്ന് എനിക്കും സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ കെ പ്രേമചന്ദ്രൻ എം പിയിലേക്കാണ് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം ശ്രീ എ റഹീം എം പി പറഞ്ഞ കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ളൊരു സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ മുഴുവൻ മുസ്ലിം സമുദായത്തെയും വിമർശിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ ഡോക്ടർ ഫസൽ ഗഫൂർ ചോദിച്ചൊരു ചോദ്യവും താങ്കൾക്ക് മറുപടി പറയാമെന്ന് തോന്നുന്നു. ഈ ചെറിയ ചെറിയ വർഗീയത പറയുന്ന ഈ ചെറിയ ചെറിയ കക്ഷികളുടെ പിന്നാലെ മുഖ്യധാര കക്ഷികൾ പോകേണ്ട ആവശ്യമുണ്ടോ? അവർ വിട്ടുകളഞ്ഞാൽ പോരെ, അവർ വേദിയിലേക്ക് പിടിച്ചിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം ചോദിക്കുമ്പോൾ അത് കേരളത്തിലെ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. ആദ്യം ശ്രീ എ റഹീം ഇവിടെ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒന്ന് അദ്ദേഹം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള വിമർശനം മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, ശ്രീ എ കെ ബാലൻ്റെ പ്രതികരണം, പ്രസ്താവന വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു ഘടകകക്ഷി പോലും അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നും അങ്ങനെ വീണ്ടും മാറാട് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള, വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിനാണ് ലീഗ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ, കൃത്യമായ സന്ദേശമല്ലേ പോകുന്നത്. അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ ലീഗ് എന്ന് പറഞ്ഞതെന്താ? ലീഗായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. നേരത്തെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിന്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, കുഞ്ഞുമാണി ഭരണം, കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണം നടത്തി. എല്ലാ കാലവും ഈ രൂപത്തിൽ ഒരു വർഗീയ പരിപ്രേക്ഷ്യം കേരള രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുക, അതിലൂടെ മുതലെടുപ്പ് നടത്തുക. പിന്നെ രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചു, ഇതിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യലാണോ പ്രധാനപ്പെട്ട ദൗത്യം, കോൺഗ്രസിനെയാണോ? ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് BJPക്ക് അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും മുൻഗണനാക്രമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിൻ്റെ ഭാഗം തന്നെയാണ് 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ ശ്രീ അമിത്ഷായും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്, ഇനി ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത രാഷ്ട്രീയമാണ്, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ. കാരണം മതേതര ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തെ മതവൽക്കരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന ദേശീയ തലത്തിൽ സ്വാധീനവും ശക്തിയുമുള്ള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്തേ മതിയാവൂ. ഇത് BJP പരസ്യമായി പ്രഖ്യാപിച്ചതാണ് 2014. അതുകൊണ്ട് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ച്, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമായ ലക്ഷ്യം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ഉന്മൂലനം ചെയ്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടുള്ള അജണ്ട. ഒരു സംശയം വേണ്ട. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നു എന്നല്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്നലകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ശക്തിയും സ്വാധീനവും നന്നേ പരിമിതപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റും രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കാകെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ 3, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് എന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി CPMന് അനഭിമിതമായത്? ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശക്തമായി പ്രചരിക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. തങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടികൾ തങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് മതേതരവും, UDFനെ പിന്തുണയ്ക്കുമ്പോൾ അത് മതേതര വിരുദ്ധവുമാകുക എന്ന ഈ അവസരവാദപരമായിട്ടുള്ള നയമാണ് CPM എപ്പോഴും സ്വീകരിക്കുന്നത്. PDPയുടെ കാര്യത്തിലായാലും ലീഗിൻ്റെ കാര്യത്തിലായാലും ഏത് കക്ഷിയുടെ കാര്യത്തിലായാലും നമുക്കെല്ലാവർക്കും അറിയാം, കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ KM മാണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് അപ്പുറത്ത് പോയപ്പോൾ അഴിമതിരഹിതമായി തീർന്നു, സമ്പൂർണ്ണമായും കുറ്റമറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി തീർന്നു. ഈ അവസരവാദപരമായിട്ടുള്ള നിലപാടും കേരളം നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു, 2024
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കൾ നടത്തിയിട്ടുള്ള വിവിധ പ്രസ്താവനകളും പ്രതികരണങ്ങളും അതിനോടൊപ്പം ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹിന്ദു ദിനപത്രത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചാൽ അങ്ങനൊരു പൊളിറ്റിക്സ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം. ഞാൻ ഒറ്റ എക്സാമ്പിൾ മാത്രം പരിശോധിച്ചാൽ മതി. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഗവൺമെൻറ് സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്തായിരുന്നു? ഒരു സംശയവുമുണ്ട്, ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയല്ലേ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചത്. ആ സമാന സ്വഭാവത്തിൽ എത്ര പരിപാടികളാണ് ഈ സമീപകാലത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതിനോട് പ്രതികരിച്ച് അവസാനിപ്പിക്കാം. ഞാൻ 100% അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു. ജനങ്ങൾക്കൊരു വർഗീയതയുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ശ്രീ SKN നല്ലതുപോലെ ബോധ്യമുള്ള വിഷയം, കൊല്ലം നഗരസഭയുടെ ചെയർമാനായി ഞങ്ങൾ ശ്രീ AK ഹഫീസിനെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. AK ഹഫീസ് അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. അവിടുത്തെ കൊല്ലം പട്ടണത്തിലെ ഏറ്റവും 2000-ഓളം കുടുംബങ്ങളുള്ള ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ AK ഹഫീസ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അവിടെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ലത്തീൻ കത്തോലിക്ക സമുദായം മാത്രം അധിവസിക്കുന്ന ഏതാണ്ട് ഒരു 10-12 വരുന്ന ഡിവിഷനുകൾ, മുഴുവൻ ഡിവിഷനുകളിലും UDF ജയിച്ചു. ജനങ്ങൾക്കൊരു വർഗീയതയുമില്ല, ജനങ്ങൾക്കൊരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സ്വാധീനവുമില്ല. മികവാർന്ന സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ അടിത്തറയും രാഷ്ട്രീയവും ശരിയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഒരു സംശയവും വേണ്ട, രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് പാർട്ടി മുന്നണി രാഷ്ട്രീയ നേതൃത്വമാണ് പലപ്പോഴും ജനങ്ങളിൽ മതസാമുദായിക വികാരം വളർത്തിക്കൊണ്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെതിരായി സാമുദായിക നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളേതുപോലെ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും സാമുദായിക ശക്തികൾക്ക് ആ രൂപത്തിൽ വിധേയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായി പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. സമീപകാലത്തെ രാഷ്ട്രീയ അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി, ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ, നിലപാടുകൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയാർജിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് AK ബാലൻ്റെ ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ AK ബാലൻ്റെ പ്രസ്താവനയെക്കുറിച്ച് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ A റഹീം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് കൂടി അദ്ദേഹം ഒന്ന് പ്രതികരിച്ചാൽ വളരെ സന്തോഷം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A റഹീം, ഇന്ന് AK ബാലൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം വ്യാപകമായ വിമർശനങ്ങൾ പ്രത്യേകിച്ച് UDF നേതാക്കന്മാരിൽ വന്നു, കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് വന്നു. KC വേണുഗോപാൽ പറഞ്ഞത് LDF കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വമിപ്പിക്കുന്നു എന്നാണ്. ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം തീരില്ലെന്നും KC വേണുഗോപാൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ ഏത് കക്ഷിയെ സപ്പോർട്ട് ചെയ്യാനായാലും അത് കേരളത്തിൻ്റെ വലിപ്പത്തിനും കേരളത്തിൻ്റെ വികസനത്തിനും അതുപോലെ കേരളം എന്ന് പറയുന്ന ഈ സാക്ഷര സംസ്ഥാനത്തിനും ഗുണകരമാകില്ല എന്ന നിലപാടിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ശ്രീ റഹീം. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ ഊതി പ്രചരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതികരണമാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷം ദുർബലമായിരിക്കുന്നു, ഇടതുപക്ഷം ഐഡിയോളജിക്കലി ദുർബലമായിട്ടില്ല എന്ന് RSSന് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ വാദം എന്താണ്? UDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കലാണ് സംഘപരിവാർ ലക്ഷ്യം എന്നൊരു തിയറിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ ഉടനീളം RSS അല്ലെങ്കിൽ BJP അധികാരം പിടിച്ചത് ഓപ്പറേഷൻ ലോട്ടസ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2-3 തരത്തിലാണ് പ്രധാനമായും ഭരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്? തങ്ങൾക്ക് നേരിട്ട് അധികാരത്തിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാവുന്ന സാമൂഹിക സ്പർദ്ധയും സാമൂഹിക വിഭജനവും ഉണ്ടാക്കി സംഘപരിവാറിന് അധികാരത്തിൽ വരാൻ കഴിയാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും BJP ചെയ്തിട്ടുള്ള രീതി ജയിച്ചു വരുന്ന പാർട്ടികളെ ഓപ്പറേഷൻ ലോട്ടസിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ശ്രീ NK പ്രേമചന്ദ്രനോട് വിനയപുരസരം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങയോടൊപ്പം അങ്ങ് പാർലമെന്ററി ലൈഫിൽ ഡൽഹിയിലേക്ക് പോയ കാലം മുതൽ ഇതുവരെ അങ്ങയോടൊപ്പം പരിചയപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ എത്രയോ MPമാരാണ് ഇന്ന് BJP ആയി മാറിയത്. ഒരുപക്ഷെ അങ്ങേക്ക് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്ന ആളായിരിക്കാം ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം
മുസ്ലിം വിരുദ്ധമായ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേറ്റാണ് ഈ പറയുന്ന ആസാം. ഞാൻ പറഞ്ഞത് സംഘപരിവാറിന്റെ ഓപ്പറേഷൻ എന്താണ്? സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജയിച്ചു വരുന്ന ആളുകളെ വസൂലാക്കുക, പിടിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ഞാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ശ്രീ കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത്തവണ 20-30 സീറ്റുകൾ BJP നേടും, തുടർന്ന് കേരളം BJP ഭരിക്കും. എന്തായിരുന്നു അവരുടെ ആത്മവിശ്വാസം? ജയിച്ചു വരുന്ന കേരളത്തിൽ നമുക്കറിയാലോ, BJP ശ്രീ എൻ ടി രമേശ് പോലും സ്വാഭാവികമായി വ്യക്തിപരമായി സമ്മതിക്കും, കേരളത്തിൽ ഒരിക്കലും സെക്കുലർ ഫാബ്രിക്കുള്ള കേരളത്തെ തകർത്തുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. BJP കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത് മറ്റത്തൂർ മോഡൽ ഒരു മോഡലാണ്. ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജയിച്ചു വരുന്ന ആളുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധ്യതയല്ലാതെ കേരളത്തിൽ BJPക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. ജനം ചിന്തിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ LDFിലെ ജയിച്ചു വരുന്ന ഏതെങ്കിലും ഒരു MLAയെ പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ കോൺഗ്രസിന് അത് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDFിലെ MLAമാരെയോ അതിനകത്തെ പാർട്ടികളെയോ അഴിമതിയുടെയും മടിയിൽ കനമുള്ളത് കൊണ്ടും സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വളരെ എളുപ്പത്തിൽ അഴിമതി കൈയിട്ടുവാരൽ കോൺഗ്രസും UDFും എന്നാൽ വരുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അഴിമതി ഭാണ്ഡക്കെട്ടുമായി നിൽക്കുന്നവരെ സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്യുന്നതുപോലെ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി കേരളം പിടിക്കാൻ BJP കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയും എടുത്തോളൂ, ശ്രീ പ്രേമചന്ദ്രന്റെ വാദം തെറ്റാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. കർണാടകയിലെ ഫക്കീർ കോളനിയിൽ നടത്തിയ ബുൾഡോസർ രാജ് കോൺഗ്രസ് ആണ് നടത്തിയത്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. നോക്കൂ ശ്രീ SKN, അതിനെ BJPയുടെ പ്രതിപക്ഷ നേതാവ് സർവാത്മന സ്വാഗതം ചെയ്തു. BJP അവിടുത്തെ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. ഞങ്ങൾ കർണാടകയിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പറയുന്ന വാദം തെറ്റല്ലേ? ഈ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ BJP എതിർക്കുന്ന ഏറ്റവും ശക്തമായ മതനിരപേക്ഷ ശക്തിയാണ് കോൺഗ്രസ് എന്ന് BJP സമ്മതിക്കുന്നുണ്ട്. അതാണോ വസ്തുത? ഇല്ല, പോട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? മഹാരാഷ്ട്രയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും BJPയും ചേർന്നൊരു സഖ്യമായി മത്സരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലെ കൗതുകമുണർത്തുന്ന മറ്റൊരു വാർത്ത. അപ്പൊ മറ്റത്തൂർ മാത്രമല്ല, കർണാടക മാത്രമല്ല, മഹാരാഷ്ട്രയും ഇന്ത്യയിലുടനീളം കോൺഗ്രസ് ജയിച്ചു വന്നാൽ ആ കോൺഗ്രസിനെ ഞങ്ങൾക്ക് വളരെ ഈസിലി മാനേജ് ചെയ്യാൻ കഴിയും, പവർ ഉപയോഗിച്ചോ ഏതു തരത്തിലായാലും എന്ന നല്ല ധാരണയുണ്ട്. എന്നാൽ വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത, ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വരുതിക്ക് നിർത്താൻ കഴിയാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഇടതുപക്ഷമെന്നും കേരളത്തിൽ കൃത്യമായി BJPക്ക് നന്നായിട്ട് അറിയാം. നമ്പർ 1. നമ്പർ 2, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ MT രമേശ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വാചാലമായി. ഒരു കാര്യത്തിന് യുക്തിസഹമായി ശ്രീ MT രമേശ് മറുപടി പറയണം. ജമാഅത്തെ മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി എന്തിനാണ് RSS ദേശീയ നേതൃത്വം ചർച്ച നടത്തിയത്? 2023 ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. അദ്ദേഹം അത് വിശദീകരിക്കണം. 3 വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് അങ്ങയുടെ ആദ്യത്തെ ഊഴത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ശ്രീ ഫസൽ ഗഫൂർ കൂടെ സൂചിപ്പിച്ച വാദത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇവരൊന്നും എണ്ണം കൊണ്ട് ശക്തരല്ല, പക്ഷേ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ആശയം ആപൽക്കരമായ ആശയമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയോ പോപ്പുലർ ഫ്രണ്ടിനെയോ മുൻനിർത്തിക്കൊണ്ടും അവർക്ക് സ്വാധീനമുള്ളതുമായ ഒരു കാലഘട്ടം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭരണം ഏറ്റവും നിഷ്പക്ഷമായ ഭരണമായിരിക്കണം. ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കുന്ന, വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിയ കാര്യത്തിലായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ എ റഹീം, ഒരു കാര്യം കൂടി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചൊരു കാര്യം, ഇന്നത്തെ AK ബാലന്റെ പ്രസ്താവനത്തെ കുറിച്ച് കൂടി താങ്കൾ പരാമർശിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ പറയാം, ശ്രീ AK ബാലൻ നടത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാമർശമാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്, എൻ്റെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. അദ്ദേഹം നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെക്കുറിച്ച് ഞാനല്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പ്രതികരിച്ചേക്കും. പക്ഷേ അതിന്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വിവിധ ചർച്ചകളുണ്ട്. ആ ചർച്ചകളോടെല്ലാം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് വഴിതിരിച്ചു വിടാനെന്ന് നോക്കണ്ട. ഞാൻ വളരെ കൃത്യമായി എൻ്റെ അഭിപ്രായം പറയട്ടെ, ഞാനത് പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ ഈ കുറെ കാലമായി ഈ കോൺഗ്രസ് ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവണതയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോപ്പുലർ ഫ്രണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ മുമ്പ് പിന്തുണച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് അവസരവാദ സമീപനം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങ് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി ചില സാമ്രാജ്യത്വപരമായ കാര്യങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടുകൾ അവർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകളോട് ഞങ്ങൾ യോജിക്കേണ്ടതിൽ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് അന്നിവിടെ ഉന്നയിച്ച കാര്യം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അത് വളരെ വസ്തുതാപരമായി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് കേരളത്തോട്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായോ പോപ്പുലർ ഫ്രണ്ടുമായോ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ബന്ധവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ പറയട്ടെ അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഭരണം വരുമ്പോൾ ഭരണത്തിൽ നിങ്ങൾ ഈ പറഞ്ഞല്ലോ BJP RSS, കേരളത്തിലെ RSSന് BJPക്ക് ആര് ഭരണത്തിൽ വരുന്നതായിരിക്കും കംഫർട്ട്? ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ നോക്കൂ, കതിരൂർ മനോജ് വധക്കേസ്. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിസ്ഥാനത്ത് CPIM ആണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളം ഭരിച്ച കോൺഗ്രസ് പാർട്ടി UAPA ചുമത്തി. UAPAക്കെതിരെ പാർലമെന്റിൽ ഗംഭീരമായ പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്, അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് അങ്ങ് പറയൂ. ഒരു പൊളിറ്റിക്കൽ കേസിൽ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ RSSന്റെ താല്പര്യത്തിനനുസരിച്ച് CPIM വിരുദ്ധതയിൽ നിങ്ങൾ UAPA ചുമത്തിയില്ലേ? അത് പിന്നെ CBIക്ക് വിട്ടില്ലേ? അപ്പോൾ CPIM വേട്ട എന്നത് RSSന്റെയും കോൺഗ്രസിന്റെയും തുല്യമാണ്. ഇനി ഇതേ കോൺഗ്രസ് തന്നെയാണ് RSSകാർ പ്രതികളായ കേസുകൾ പിൻവലിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് UDF അധികാരത്തിൽ വരുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് അതേ കേരളത്തിൽ അതേ സ്ഥലങ്ങളിൽ LDF വരുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല? അതിനെ അംഗീകരിക്കുകയും LDFന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? MD രമേശ്, കേരളത്തിൽ ഇപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ പ്രചരിപ്പിക്കുന്ന പോലെ LDFും RSSും അല്ലെങ്കിൽ BJPയും തമ്മിൽ ഒരു അന്തർധാര നിലനിൽക്കുന്നുണ്ടോ വോട്ടർമാരെ സ്വാധീനിക്കാൻ? SKN ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിൽ BJP ക്രമാനുഗതമായി വളർച്ച പ്രാപിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ വളരുന്നതെല്ലാം CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് പടർന്നു കയറിയിട്ടാണ് ഞങ്ങൾ വളരുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ള പഞ്ചായത്തുകളൊക്കെ കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് CPMൻ്റെ സ്വാധീനമേഖൽ, CPM ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് എത്രയോ ദശാബ്ദങ്ങളായി സ്വാധീനമുള്ള വാർഡുകൾ, ഇവിടെയെല്ലാമാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ വോട്ട് ബാങ്കുകൾ വിള്ളൽ വീഴ്ത്തി അവരെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങളെ പിന്തുണ സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ വിജയിക്കുകയാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, LDFൻ്റെയും UDFൻ്റെയും ഗ്രാഫും BJPയുടെ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഇപ്പോഴും കേരളത്തിലെ UDFും LDFും തമ്മിലാണല്ലോ നേരിട്ടുള്ള മത്സരം പല മണ്ഡലങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവർ ചെയ്തെന്താണ്? ഇവർ എല്ലാ മണ്ഡലത്തിലും BJPയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തുകയാണ്. എന്താണ് BJP ദുർബലമായിട്ടുള്ള മണ്ഡലങ്ങൾ പോലും ആരാണ് BJPയെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കമാണ് CPMും കോൺഗ്രസ് ഉള്ളത്. കേരളത്തിൻ്റെ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങളില്ല. എന്താണ് പ്രധാനപ്പെട്ട വാദപ്രതിവാദം ആരാണ് കൂടുതൽ BJP എതിർക്കുന്നത് എന്നുള്ളതാണ്. അതെന്തിനാണ് അങ്ങനെ വാദപ്രതിവാദം നടത്തുന്നത്? അതിൻ്റെ പിറകിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ BJP വിരുദ്ധർ എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് സമാഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ബോധ്യമാവുകയാണ്. പക്ഷെ എന്നിട്ട് ഇവർ ചെയ്യുന്നത്, ഒരു ഭാഗത്ത് BJP വിരുദ്ധത പറഞ്ഞിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി 2 കൂട്ടരും ഒരുമിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ സന്ദർഭത്തിൻ്റെ അവസരത്തിലും ഞാൻ പറഞ്ഞു, കേരളത്തിൽ എത്രയോ വാർഡുകളിൽ, എത്രയോ പഞ്ചായത്തുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി യാതൊരു മടിയുമില്ലാതെ CPMനും കോൺഗ്രസിനും യോജിക്കാം. അപ്പോൾ ആരെയാണ് സഹായിക്കുന്നത്? കോൺഗ്രസിനെ CPM സഹായം, CPM കോൺഗ്രസിനെ സഹായം. ഇതാണ് എല്ലാ കാലത്തും ഇവർ സ്വീകരിക്കുന്ന ഒരു സമീപനം.
പിന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് വളർന്നിട്ടുള്ളത്, ഞങ്ങൾ കോൺഗ്രസിൻ്റെ സ്വാധീനമുള്ള മേഖലകൾ ഞങ്ങൾ മത്സരിച്ച് ജയിക്കുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണകൂടത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ധാരാളം നേതാക്കന്മാരെ BJPയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും പരിശ്രമിക്കും. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. CPMൽ അങ്ങനെ വലിയ ഹെവി വെയിറ്റ് നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആരും കൂടെ കൂട്ടാനില്ല. പക്ഷേ ഞങ്ങൾ CPMൻ്റെ പാർട്ടി പ്രവർത്തകരെ കൂട്ടുന്നുണ്ട്. ഞങ്ങൾ ത്രിപുരയിൽ അധികാരത്തിൽ വന്നത് CPMൻ്റെ പാർട്ടി പ്രവർത്തകരാകെ BJP ആക്കി മാറ്റിയിട്ടാണ്. അത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്വാധീന ശക്തിയുടെ ഭാഗമായിട്ടാണോ സാധാരണ CPMൻ്റെ പ്രവർത്തകന്മാർ BJPയിലേക്ക് വരുന്നത്? അപ്പം ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാരെ, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരെ BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ BJPയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമീപനം. ഇനി രണ്ടാമത്തെ കാര്യം, MD രമേശ് റഹീം എന്തോ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് എന്ന രീതിയിൽ സ്ഥാപിക്കാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് ഉടൻ കൊടുത്താലോ? ഒറ്റ വാചകം. ഞാനൊന്ന് ശരി, ആയിക്കോട്ടെ. ഒറ്റ വാചകം. ശ്രീ റഹീം. ത്രിപുരയില് BJPക്ക് വേണ്ടി മത്സരിച്ചത് മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ MLA-മാരായിരുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികളായി ഒരൊറ്റ ദിവസം കൊണ്ട് സ്വിച്ച് ഓവർ ചെയ്തത്. താങ്കളത് മറന്നുപോയി. നിങ്ങൾക്കെതിരായ ഫൈറ്റാണ് ത്രിപുരയിൽ CPMന്റെ പ്രവർത്തകർ അപ്പോഴും ഇപ്പോഴും നടത്തുന്നത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ MD രമേശ്, താങ്കൾക്ക് തുടരാം. ഓക്കെ. ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് മണിക് സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിച്ചപ്പോൾ ആ പ്രതിപക്ഷ MLA-മാർ BJPയിലേക്ക് ചേർന്നു. അതുകൊണ്ടല്ലോ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. അവിടുത്തെ CPMന്റെ വോട്ട് ബാങ്ക് ആകെ BJPക്ക് ഒലിച്ചുപോയി. CPMന്റെ കേഡർമാർ എല്ലാവരും BJPയിൽ ചേർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കില്ലല്ലോ. കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുന്നിടത്ത് ഞങ്ങൾക്ക് 1% 2% വോട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ലല്ലോ. കോൺഗ്രസേ ദുർബലമായൊരു പാർട്ടിയാണ്. ഞങ്ങളും കോൺഗ്രസും ചേർന്ന് ത്രിപുരയിൽ ജയിക്കാൻ സാധിക്കില്ലല്ലോ. ത്രിപുരയിൽ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആകെ 8-9 MLA-മാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ കോൺഗ്രസ് CPMന്റെ B ടീമായി പ്രവർത്തിച്ചപ്പോൾ അവർക്കത് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ BJPയിലേക്ക് വന്നു. അതാണ് വസ്തുത. പാർട്ടി പ്രവർത്തകർ CPMന്റെ പ്രവർത്തകന്മാരുന്നു. ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇവിടെ ജമായത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. ജമായത്തെ ഇസ്ലാമിയെ കഴിഞ്ഞ കാലങ്ങളിൽ CPM കൂടെ കൂട്ടി എന്നുള്ളത് ആർക്കറിയാത്ത? മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചാൽ സത്യമല്ലാതായി മാറുമോ? ആരാണ് മുക്കം നഗരസഭയിൽ LDF എങ്ങനെയാണ് 5 കൊല്ലക്കാലം ഭരിച്ചത്? ജമായത്തെ ഇസ്ലാമിയുടെ കൗൺസിലർമാരുടെ സഹായത്തോട്, നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ കൗൺസിലർമാരുടെ സഹായത്തോടു കൂടിയല്ലേ 2020 തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPMന്റെ കൂടെയായിരുന്നു എന്ന് ആർക്കാ അറിയാത്തത്? അത് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ അന്ന് ജമായത്ത് ഇസ്ലാമി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമി എതിർത്തു. ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രനോട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ജമായത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDFനെ സഹായിക്കുന്നു. ജമായത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിന്റെ നിലപാട് മാറിയോ? ഈ രാജ്യത്ത് കോൺഗ്രസിന് ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തർദേശീയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. അഖിലേന്ത്യാ തലത്തിൽ ആ നിലപാടാണ്. കേരളത്തിൽ മാത്രം എങ്ങനെയാണ് നിലപാട് മാറുക? അത് ദേശീയ തലത്തിൽ നിലപാട് മാറിയോ? ജമായത്തെ ഇസ്ലാമി ഇപ്പം മതേതര സംഘടനയാണ് എന്ന് കോൺഗ്രസിന്റെ നിലപാടുണ്ടോ? ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ നേതൃത്വം മാത്രം പറഞ്ഞാൽ പറയല്ലോ. ജമായത്തെ ഇസ്ലാമി ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ? അപ്പൊ തരാതരം പോലെ അത് ജമായത്തെ ഇസ്ലാമി ആയാലും മദനി ആയാലും PDP ആയാലും SDP ആയാലും ഇവർ തരാതരം പോലെ ഉപയോഗിക്കുകയാണ്. പിന്നെ കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവും വസ്തുതകളും സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഒറ്റപ്പെടുത്താൻ പരിശ്രമിക്കും. ഇപ്പൊ AK ആന്റണി ഒരു സത്യം പറഞ്ഞു. കേരളത്തിൽ സംഘടിത ന്യൂനപക്ഷ സമൂഹങ്ങൾ സമ്മർദ്ദ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നു എന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് AK ആന്റണി അദ്ദേഹത്തിന് മുമ്പിലുള്ള ചില നിലപാട് അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞു. അതിന്റെ പേരിൽ AK ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയ സാഹചര്യം നമുക്കുണ്ട്. സമാനമായി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഈ കേരളത്തിൽ എന്ത് അജണ്ട വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു. അതിന്റെ പേരിൽ CPMനകത്തും കേരളത്തിലും VS അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്തിയതും VS അച്യുതാനന്ദന് ക്രൂശിക്കപ്പെട്ടതും നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ? അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വസ്തുതകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തെ അത് ലാക്കാക്കി കഴിഞ്ഞാൽ, തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറഞ്ഞാൽ, മതമൗലികവാദത്തെ കുറിച്ച് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസുകാരും CPMകാരും പരിശ്രമിക്കും. കാരണം എന്താണ്? ഇവർക്ക് രണ്ടു കൂട്ടർക്കും സംഘടിതമായിട്ടുള്ള മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് വേണം. അതിന് വസ്തുതകൾ പറയുന്ന നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും ഇവർ ആരും മടിക്കില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതാണ് കേരളത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞാൻ എക്കാലത്തും കാണുന്നത്.
ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, ശ്രീ റഹീം എന്നോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം വർഗീയ സംഘർഷങ്ങളെ സംബന്ധിച്ചാണ്. 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് കേരളം ഭരിച്ചിരുന്നു. എത്ര വർഗീയ സംഘർഷങ്ങളുണ്ടായി, എത്ര സാമുദായിക കലാപങ്ങളുണ്ടായി. അപ്പോൾ കാലത്തിൻ്റെ മാറ്റം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഇതിനെ പൊതുവൽക്കരിച്ചുകൊണ്ട് UDF അധികാരത്തിലിരുന്നാൽ വർഗീയ കലാപമുണ്ടാകും, സാമുദായിക സംഘർഷമുണ്ടാകും എന്ന നിലയിൽ ഒരു ഭീതി ജനങ്ങളിൽ പരത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ്. അപ്പോൾ ശ്രീ റഹീമിൻ്റെ സംഭാഷണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്, കൃത്യമാണ് ശ്രീ AK ബാലൻ ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രസ്താവന. UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ, ലീഗിന് സ്വാധീനമുള്ള ഒരു ഭരണം വന്നാൽ, മുൻകാലങ്ങളിൽ ഇപ്പോഴും അത് പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയാകും, ഉപമുഖ്യമന്ത്രിയാകും. ഒരു ഘട്ടത്തിൽ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 3 പേരുടെ പേര് ചേർത്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് ശരിക്കും ഒരു വർഗീയ പരിപ്രേക്ഷ്യത്തിലേക്ക് കേരളത്തെ നയിക്കാൻ? UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിൻ്റെ തുടക്കം ശ്രീ AK ബാലൻ ഇന്ന് കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീ A റഹീമിന് പോലും അതിന്റെ 100% വരാം. റഹീം, ശ്രീ പ്രേമേന്ദ്രൻ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. നടത്താതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ശ്രീ പ്രേമേന്ദ്രൻ, 2011 മുതൽ 16 വരെ UDF കേരളം ഭരിച്ചിരുന്നപ്പോ പറഞ്ഞോളൂ, താങ്കൾ ഫിനിഷ് ചെയ്യൂ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയായി. ഓക്കെ, ശ്രീ A റഹീം, താങ്കൾ എന്താണ് പറയാൻ വന്നത്? ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഞാൻ അങ്ങയുടെ ശ്രദ്ധ ചിലതിലേക്ക് ക്ഷണിക്കുന്നു. 2018 ഡിസംബർ അന്നത്തെ KPC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല സ്റ്റേറ്റ്മെന്റ് ഇതാണ്: കോട്ട്, മുസ്ലിം ലീഗ് കോൺഗ്രസിന് ബാധ്യതയാകും എന്ന CK ഗോവിന്ദൻ നായരുടെ വാക്കുകൾ ശരിയാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, കേരളം തിരിച്ചറിയുന്നു. ശ്രീ രമേശ് ചെന്നിത്തല തീരുന്നില്ല. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം, കോട്ട്, മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം അലങ്കോലമാക്കി. 33 സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകിയത് പ്രശ്നം രൂക്ഷമാക്കി. ഇത് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയതെന്ന് ലീഗ് ആലോചിക്കണമെന്നും പറഞ്ഞത് ശ്രീ VD സതീശൻ 2012 ഒക്ടോബർ. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വിമാനത്താവളത്തിൽ വെച്ച് 2003 ജൂലൈ 7 പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അത് വലിയൊരു കാര്യമായി, മഹാകാര്യമായി AK ആന്റണിയുടെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഈ ചർച്ചയിൽ പാനലിലുള്ള ശ്രീ MT രമേശ് തന്നെ പറഞ്ഞു. അങ്ങനോട് ചോദിച്ചത് 2012 ശേഷം സ്ഥിതികളെല്ലാം മാറിയെന്നാണ്. 2012 ശേഷം സ്ഥിതിഗതികൾ മഹാമോശമായിരുന്നുവെന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് 2012 ഒക്ടോബറിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റാണ് മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം അലങ്കോലമാക്കി. എന്റെ വാക്കല്ല, ശ്രീ പിണറായി വിജയന്റെ വാക്കല്ല. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് താങ്കൾ ഈ പരാമർശിച്ച നല്ല കാലമെന്ന് വിശേഷിപ്പിച്ച 2011 മുതലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞതാണ്, ചരിത്രമാണ്. ഇനി അടുത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസിന് ബാധ്യതയാകുമെന്ന CK ഗോവിന്ദൻ നായരുടെ അഭിപ്രായത്തെ കടമെടുത്തുകൊണ്ട് ഇനി ഞാൻ വിസ്താര ഭയത്താൽ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ K മുരളീധരൻ ലീഗിനെ കുറിച്ച് പറഞ്ഞതുണ്ട്. UDFന്റെയും കോൺഗ്രസിന്റെയും മറ്റ് നേതാക്കൾ കഴിഞ്ഞ 5 വർഷക്കാലത്ത്, അതായത് നിങ്ങളുടെ 2011 മുതലുള്ള ഉമ്മൻചാണ്ടി ഭരണകാലത്ത്, ഞാൻ അത് മാത്രം എടുക്കുന്നു, താങ്കൾ അതാണല്ലോ പറഞ്ഞത് നല്ല കാലമാണ്, ആ കാലത്തെ മാത്രമുള്ള ഭരണത്തെക്കുറിച്ച്, ലീഗിന്റെ ഇടപെടലുകളെ കുറിച്ച് പോട്ടെ, വിവിധ സാമുദായിക സംഘടനകളുടെ വിലപേശലിനെ കുറിച്ചും, ഞാൻ ലീഗിനെ മാത്രമായിട്ട് പറയുന്നില്ല, വ്യത്യസ്ത സാമുദായിക സംഘടനകളുടെ ഇടപെടലിനെ കുറിച്ചും വിലപേശലിനെ കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച തുടങ്ങിയാൽ ശ്രീ SKN 2 സ്പെഷ്യൽ ഷോ താങ്കൾക്ക് നടത്തിയ പോലും തീരില്ല. അത്രയേറെ പറയാനുണ്ട് വസ്തുതകൾ എന്ന് മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് ജാതി സംഘടനകൾക്ക്, സമുദായ സംഘടനകൾക്ക്, വർഗീയ സംഘടനകൾക്ക് ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഏതു സന്ദർഭത്തിൽ, അത് ഞങ്ങളുടെ കാലത്തല്ല, നിങ്ങളുടെ കാലത്താണ്. പോട്ടെ, ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് എടുക്ക്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും വിവിധ സ്ഥലങ്ങളിൽ മേയർമാരാകാൻ, പ്രസിഡന്റായി വരാൻ ഒക്കെ സമുദായ സംഘടനകളുടെ ശുപാർശ വേണ്ടി വരികയാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ കണ്ടതല്ലേ. ഒരു കോർപ്പറേഷന്റെ ഭരണത്തിൽ മെറിറ്റ് അല്ല, പ്രാതിനിധ്യമല്ല, കോൺഗ്രസിന്റെ സമുന്നത നേതാവാണോ എന്നതല്ല, മറിച്ച് സമുദായം ചർച്ച ചെയ്യുന്നു. പണ്ടൊന്നുമല്ല ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, മെനിഞ്ഞാന്നത്തെ കാര്യം ഞാൻ പറയുന്നേ. അപ്പൊ ഈ കോൺഗ്രസിന്റെ കയ്യിലേക്ക് ശാന്തമായി ഒഴുകുന്ന കേരളത്തെ, മതസ്പർദ്ധയില്ലാത്ത കേരളത്തെ, ഇന്ത്യയിൽ അങ്ങക്കറിയാലോ വർഗീയ കലാപങ്ങളില്ലാത്ത,
ബുൾഡോസർ രാജില്ലാത്ത, ഭക്ഷണം നോക്കി ആളുകളാരും കയറി വരാത്ത, ഇഷ്ടപ്പെട്ടവർക്കെല്ലാം പള്ളിയിലും ആരാധനാലയത്തിലും പോകാൻ കഴിയുന്ന ഏക സംസ്ഥാനമായ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം ഇതുപോലെ നിലനിർന്നത് കൊണ്ടാണ് നമുക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത്, വികസനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്, എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും എല്ലാം സംരക്ഷിക്കാൻ നമുക്കിന്ന് കഴിയുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഒരു വെൽ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ് ഉണ്ടാകാൻ സാമുദായികമായ മൈത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ BJP വളർച്ച നേടിയതിനെ കുറിച്ച് ശ്രീ MG രമേശ് പറഞ്ഞു. ശരിയാണ്. എങ്ങനെയാണ് അവർക്ക് വളർച്ച നേടാൻ കഴിഞ്ഞത്? അവർക്ക് കേരളത്തിലൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കാൻ മുമ്പുണ്ടായിരുന്നില്ല. UDF എപ്പോഴെല്ലാം അധികാരത്തിൽ വരുമോ അപ്പോഴെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം തന്നെ ഇടപെടലിനെ ശക്തിപ്പെടും. അവർ കൂടുതൽ തെരുവിലേക്ക് ഇറങ്ങും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ ശത്രുവിനെ ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് സാധിച്ചു. എവിടെയെല്ലാം പോപ്പുലർ ഫ്രണ്ട് വളർന്നോ ആ പഞ്ചായത്തുകളുടെ മറുഭാഗത്ത് BJPക്ക് വളരാൻ കഴിയുന്ന വിധം BJPക്ക് വിത്തുപാകാൻ കഴിഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീ MG രമേശ് ഒഴിഞ്ഞു പോയല്ലോ. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് MG രമേശ് മൗനം പാലിച്ചത്? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, മുസ്ലിം ഫണ്ടമെന്റൽ ഫോഴ്സുകളാകട്ടെ, അത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് എണ്ണത്തിൽ കുറവാണ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുമ്പോൾ ഞങ്ങൾ സമസ്തയോട് പരമാവധി ബന്ധം പുലർത്തുന്നു. ഞങ്ങൾ ജമാഅത്തെ പോപ്പുലർ ഫ്രണ്ടിനെ തുറന്നെതിർക്കുമ്പോൾ ഞങ്ങൾ കാന്തപുരം വിഭാഗവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുമായി ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഞങ്ങൾ എതിർക്കുന്നത് MESുമായി ഒരു വിരോധവുമില്ല. ഞങ്ങൾ എതിർക്കുന്നത്, ഞങ്ങൾ തുറന്നെതിർക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനോടും SDPIയോടുമാണ്. നിങ്ങൾക്ക് അവരോടുള്ള നിലപാടെന്ത്? ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവരുടെ അമീർ പറയുമ്പോൾ ഡിഫാക്റ്റോ അമീറായ ശ്രീ ഇദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ നവ അമീർ എന്ന് വിശേഷിപ്പിക്കാൻ പറയുന്നത് ഇദ്ദേഹം പറയുകയാണ് അവർക്ക് വേണ്ടി അവർ നല്ല ആളുകളാണ്, ഇപ്പൊ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് VD സതീശൻ പറയുകയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഞങ്ങൾ ക്ഷേമം, വികസനം, നിങ്ങൾ വികസനത്തിലേക്ക് ചർച്ച വരൂ. ഞങ്ങൾ വികസനമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാവർക്കും പറ്റുന്ന വെൽബീയിങ്ങിനെ കുറിച്ച്, നമ്മുടെ നാളെയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതിന് 2016-ലും 2021-ലും ഞങ്ങൾ നൽകിയ ഉറപ്പുകൾ പാലിച്ചതിന് അഭിമാനത്തിലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് 26-ൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പുകൾ, ആ ഉറപ്പുകളുടെ ബലത്തിലായിരിക്കും ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലം നടന്ന തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ഒന്ന് പെട്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വർഗീയത പറഞ്ഞതൊന്നും വോട്ടർമാർ കാര്യമായി എടുത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു വളരെ സെൻസിബിളായിട്ട് ഉള്ള ഒരു വോട്ടിംഗ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിനുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. എന്നിരുന്നാലും ഈ ചെറിയ ചെറിയ കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയത കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്നു. ഇതിനെ എങ്ങനെയാണ് ഈ മുഖ്യധാരാ കക്ഷികൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അതായത് ഞാൻ പറയാം, ഇതിൻ്റെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ LDFും UDFും രണ്ടും സെക്കുലർ ആണെന്ന് പറയുന്നു. ഓക്കെ, അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കേരളത്തിന് പുറത്ത് 11 സംസ്ഥാനങ്ങളിൽ ഇവർ ഒന്നാണെന്നേ. കോൺഗ്രസും CPM ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, അവർ MP ഉണ്ടെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവർ ജയിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ MLA ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധങ്ങൾ വരണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തല്ലുപിടിച്ചു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം തന്നെ എടുക്കുക. AK ആൻ്റണിയുടെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് AK ആൻ്റണിയെ തുടങ്ങാം. AK ആൻ്റണി അന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സ്വയാശ്രയ ആരംഭിച്ചപ്പോൾ 50% മെറിറ്റ്, 50% സമുദായത്തിൻ്റെ. അതിനെ ക്രൈസ്തവ സഭ അട്ടിമറിച്ചു. അത് ആ ഒറ്റൊരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലപ്പുറത്തെ ഒരു വിഷയം അതിലുണ്ടായിട്ടില്ല. അദ്ദേഹം അത് ക്രൈസ്തവ സഭയ്ക്ക് എതിരായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ അദ്ദേഹം മൊത്തം കേരളത്തിൽ കമ്മ്യൂണലാണ് എന്ന മട്ടില്ല. പ്രേമേന്ദ്രൻ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഓർമ്മ വെച്ചിരിക്കും ആ കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ അത് പറയേണ്ട AK ആൻ്റണി അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം കിടക്കുന്നത്, ഇവർക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം പറയാം. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് വോട്ട് കൊടുക്കുന്നത് ആദ്യം തൊട്ടിട്ട്. അല്ലാതെ ഇവരവിടെ പോയി ചോദിക്കുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കും. ഇത് പണ്ട് തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു 70-കളിലോ 80-കളിലോ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഒരു ഇലക്ഷൻ വരും. ആദ്യകാലത്ത് ഇവർ പറഞ്ഞിരുന്നത് മൂല്യം ഇത് നോക്കിക്കൊണ്ട്, ചില വ്യക്തിയുടെ മൂല്യം, ധാർമ്മികതയൊക്കെ നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഇലക്ഷനിൽ, അതെല്ലാം എനിക്ക് തിരുത്താത്തോ, ഞാൻ രാഷ്ട്രീയത്തിലുള്ള ആളല്ല, ഒരു ഇലക്ഷനിൽ കരുണാകരൻ അവർ വോട്ട് കൊടുത്തു, മുരളീധരൻ അവർ കൊടുത്തില്ല. അപ്പം മുരളീധരൻ എന്നെ ഫോണിൽ വിളിച്ചു. ഡോക്ടറെ, കോഴിക്കോടാണല്ലോ അദ്ദേഹം, മനസ്സിലല്ലേ, എനിക്ക് എന്ത് ദോഷമാണുള്ളത് എൻ്റെ പിതാവിന് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്ത് ഗുണമാണുള്ളത് എന്ന്. അപ്പം ഇവർ കൊടുക്കുന്നതാണ്.
ഇവർ കൊടുക്കുന്നു, അവരെന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്തിനാണ് അവർ രാഷ്ട്രീയത്തിൽ പോയി ഇടപെടുന്നത്. അതിനോട് യോജിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കമൻ്റൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ കുറേ കാലം ഇവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നെ അത് പ്രേമചന്ദ്രന് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് അബ്ദുറഹ്മാൻ പാലോളി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ വസ്തുതകളാണ്. പാലോളി കമ്മിറ്റി LDFന് അതിൽ ഞാനും അംഗമായിരുന്നു. അപ്പോൾ അത് അവരായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇല്ലയെന്ന് പറയാനൊന്നും പറ്റൂല. അത് നിഷേധിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഈ പറഞ്ഞ ആർഗ്യുമെൻ്റാണ് ബെറ്റർ ആർഗ്യുമെൻറ്റ്. അവർ പോയിട്ട് കൊടുക്കുന്നതാ വോട്ട്. അവർ പെട്ടെന്ന് ലൈൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദേശീയ വിദേശീയ ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക്. ആ ദേശീയ വിദേശീയ ഇഷ്യൂസ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇതായിട്ട് ഇവിടുത്തെ ബന്ധമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ തമ്മിൽ ബന്ധമുണ്ടാവും. മറ്റേ സൈദ്ധാന്തികമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പലസ്തീൻ്റെ ഇഷ്യൂവിൽ അവർക്ക് ബന്ധമുണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്കറിഞ്ഞൂടാ, അവർ വോട്ട് കൊടുക്കുന്നതാണ്. ഇവരിൽ പലരും പോയി ചോദിക്കും. വോട്ട് ഒരാൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ പോയി ചോദിക്കും. അതനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ മാറിക്കഴിഞ്ഞതിന് ശേഷം വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരാക്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വോട്ട് കൊടുക്കുന്നത് അപ്പുറത്തോട്ടൊന്നും നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മതരാഷ്ട്രവാദത്തെ നമ്മൾ ആരും അംഗീകരിക്കുന്നുമില്ല. അപ്പം ഇതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പിക്ചർ ഞാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലേട്ടനാട് ചാടിക്കയറി എന്തെങ്കിലും പറയുന്നു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഒരു കലാപം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അത് വെറുതെ ഒരു എന്താ പറയുക, നമ്മളെ ഒരു ഓഫ് ഹാൻഡ് കമൻ്റായിട്ട്, മനസ്സിലായില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു കമൻറ്റ് ശരിയല്ല. എന്നാലും ഒരു ഓഫ് ഹാൻഡ് കമൻ്റായിട്ട് പറഞ്ഞതിൽ അപ്പുറത്തോട്ട് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ആസന്നമായ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് കേരളത്തിൽ ജാതി തിരിയുകയാണോ ചില കക്ഷികൾ എന്നായിരുന്നു നമ്മുടെ എൻകൗണ്ടറിലെ ചോദ്യം. അപ്പോൾ ഞാൻ MD രമേശിലേക്കാണ് പോകുന്നത്. MD രമേശ്, ഇന്ന് UDF നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന വന്നു. LDF വർഗീയ ചേരിതിരിവുണ്ടാക്കാനും അതേപോലെ തന്നെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇന്ന് AK ബാലൻ പ്രസ്താവന നടത്തി. ഇക്കാര്യത്തിൽ BJPയും LDFും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന രീതിയിൽ UDF നേതാക്കന്മാരുടെ പ്രസ്താവന വന്നു. ഇതിൽ താങ്കളുടെ നിലപാടുകൾ? സത്യത്തിൽ കേരളത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് LDFും UDFുമാണ്. ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ജമായത്തെ ഇസ്ലാമിക്ക് പോലും ഇല്ലാത്ത നിലപാട് ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടി പറയുകയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആശയം ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് എനിക്കറിയില്ല. ജമായത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു ഞങ്ങളുടെ നിലപാട് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ VD സതീശൻ പറയുകയാണ് നിലപാട് മാറിയിട്ടുണ്ട്. അപ്പം ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് UDFും കോൺഗ്രസും, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ജമായത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പറയുക, നേരത്തെ ജമായത്തെ ഇസ്ലാമിയുടെ കൂടെ ചേർന്ന് രാഷ്ട്രീയം കളിക്കുക, ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി UDFിൻ്റെ കൂടെ പോകുമ്പോൾ അതിനെ എതിർക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സാമുദായിക ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേ സന്ദർഭത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടുമായിട്ടും SDPയുമായിട്ടും ഒക്കെ ഒരു സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുക. ഇതൊക്കെ CPMും കോൺഗ്രസും തരാതരം പോലെ ചെയ്യുകയാണ്. ഇവരാണ് കേരളത്തിൽ സാമുദായിക ചേരിതിരിവുണ്ടാക്കുന്നത്. ഇവർ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ സംഘടിത മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോകുന്നത്. കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാനല്ല. ഇപ്പം നേരത്തെ റഹീം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ BJP ജയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഈ UDF സ്വീകരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയോടൊക്കെ മൃദു സമീപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. റഹീമെ, ഞങ്ങൾ ജയിക്കുന്ന അങ്ങനെയല്ല, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ല CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമല്ലേ? ആ ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകൾ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തുള്ളത്. 40-50 വർഷമായിട്ട് CPM കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ നിങ്ങളുടെ കൈവശത്ത് നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും വികസനം പറഞ്ഞുകൊണ്ടുമാണ്. നിങ്ങളുടെ ശക്തി കേന്ദ്രമായ പാപ്പിനിശ്ശേരിയിൽ ആദ്യമായി ഞങ്ങൾ ജയിച്ചത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ പാർട്ടി ഗ്രാമമായ ചിറ്റാരിപ്പറമ്പിൽ നിങ്ങളുടെ വാർഡിൽ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള ധർമ്മടത്ത് 3 സീറ്റ് BJP ജയിച്ചത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. ഇങ്ങനെ കേരളത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഏറ്റുമാനൂരിൽ നിങ്ങളുടെ സ്വന്തം മന്ത്രിയുടെ മണ്ഡലം ഐമനം പഞ്ചായത്ത് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ വശം പിടിച്ചെടുത്തത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച കൊല്ലം ജില്ലയിലെ കടക്കലിൽ ഒരു സീറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തത് നോമിനേഷൻ കൊടുക്കാൻ പോലും സാധിക്കാതെ ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച് നിങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ ഒരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ജയിക്കുന്നത്. പിന്നെ ജമായത്ത് ഇസ്ലാമി നേതാക്കന്മാരെ ചർച്ച നടത്തി എന്നൊരു കാര്യം റഹീം പറഞ്ഞിട്ടും, ഞങ്ങൾ RSSും BJPയും ഒക്കെ ഈ രാജ്യത്ത് എല്ലാ മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളുമായിട്ട് പ്രവർത്തകന്മാർ നേതാക്കന്മാരെ ചർച്ച നടത്തും.
അതൊന്നും തന്നെ അവരുമായിട്ടുള്ള ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ ഡയലോഗ് എന്ന് പറയുന്നത് എല്ലാവരുമായി നടത്തും. നിങ്ങളെപ്പോലെ അവർ അധികാരത്തിന്റെ ഭാഗമാക്കി മാറ്റാനല്ല. ഈ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആയാലും ശരി, അവർക്കെതിരായി നടപടി സ്വീകരിച്ചിട്ടുള്ള ഏക പാർട്ടി BJP മാത്രമാണ് എന്ന് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ, താങ്ക് യു ശ്രീ ND രമേശ്. ശ്രീ NK പ്രേമചന്ദ്രൻ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്ക് ഒരു 30 സെക്കൻഡ് കൂടി താങ്കൾക്ക് എടുക്കാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും UDF മുന്നോട്ട് വയ്ക്കുക? വികസനമായിരിക്കുമോ, വർഗീയ പ്രശ്നങ്ങളായിരിക്കുമോ? കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തെ തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അത് വികസനോന്മുഖ ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യം തന്നെയാണ് പ്രധാനമായും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേവലം LDFനെതിരായിട്ടുള്ള വിമർശനങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്രിയാത്മകമായി പോസിറ്റീവായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും കേരളത്തിൻ്റെ ക്രമസമാധാന പരിപാലന രംഗത്തുൾപ്പെടെയുള്ള ഇന്ന് തകർന്നടിഞ്ഞ മുഴുവൻ മേഖലയും പുനരുജ്ജീവിപ്പിച്ച് ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ അജണ്ട ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി, ആ രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. താങ്ക് യു ശ്രീ NK പ്രേമചന്ദ്രൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, 2-3 മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയായി. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളും ഫലങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വിവേകമുള്ള സമുദായരാണ് നമുക്കുള്ളത്. ഈ വോട്ടേഴ്സ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മുന്നിൽ വർഗീയത സമുദായവുമല്ല പ്രശ്നം, അവരുടെ ജീവിതവും ഈ അധികാരത്തിൽ നിന്ന് കക്ഷികൾ നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും അവിടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല. സ്പെഷ്യൽ എൻകൗണ്ടർ അവസാനിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം AR റഹീം, RSP കേന്ദ്ര സെക്രട്ടറി അംഗം NK പ്രേമചന്ദ്രൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, MES പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫാസിൽ കപൂർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.